ഹലോ, നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറേ നാളുകൾ കൂടിയാണ് കേട്ടോ ഞാനൊരു വലിയ ലോങ് വ്ളോഗ് ഇടുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ കുറച്ച് ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പം കുറേ നാളായിട്ട് എഡിറ്റ് ചെയ്യാൻ മടിച്ച് വെച്ചിരുന്ന ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുൻപേ വീടെല്ലാം ആകെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ നാട്ടിൽ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ. ആകെ മൊത്തത്തിൽ നല്ല ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചില ക്ലിപ്സ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണേ. അപ്പം നാട്ടിലൊക്കെ പോകുന്നതിന് മുൻപേ വീട് ആകെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് പോകണം എന്നുള്ളത് എല്ലാവരെ പോലെ എനിക്കും നിർബന്ധമുള്ളൊരു കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ തന്നെ ഉണ്ട്. ഹസ്ബൻഡ് ഞങ്ങളുടെ കൂടെ നാട്ടിൽ വരുന്നില്ല. എങ്കിലും ഇതൊക്കെ ചെയ്തിട്ട് പോകുന്നതാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം നാളെ മോർണിംഗ് ആണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇന്ന് വെയിറ്റും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് ലഗേജിൻ്റെ. ജീവൻ ഞങ്ങളുടെ കൂടെ വരാത്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം എനിക്കുണ്ടെങ്കിൽ കൂടി നാട്ടിൽ പോകുന്നതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ 3 പിള്ളേരെയും കൊണ്ട് പോകുന്നതിൻ്റെ ടെൻഷനുണ്ട്. അപ്പോൾ ആകെപ്പാടെ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ ലഗേജ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നാളെ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി അങ്ങ് പോയാൽ മതി. അപ്പോൾ രാവിലെ പിള്ളേരെ എല്ലാം വിളിച്ചെഴുന്നേപ്പിച്ച് ഒരുക്കി ഞങ്ങളിപ്പോൾ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ജീവൻ്റെ ലാസ്റ്റായിട്ട് ഒന്നും കൂടെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഒന്നും മറന്നു പോയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തുകയാണ്. എല്ലാം എടുത്തോന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യുകയാണ്. ആൾക്കൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. ഇവരും 3 പേരും ഇന്നലെ വൈകിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്ന് കൂടി തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ആണ്. ജോഷുവ എവിടെ പോവുക? ഇസബൽ വേർ ആർ യു ഗോയിങ്? അപ്പം ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങളെ എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരികയാണ് ജീവൻ. നമ്മുടെ അച്ഛൻ വരുന്നില്ല ഗൈസ്. ഞങ്ങള് നാട്ടിൽ പോയിട്ട് ഗൈസ് അച്ഛൻ കൊണ്ടുപോകത്തില്ല ഗൈസ്. സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു വരട്ടെ. സൗദിയിലാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് അടുക്കാറായിട്ടുണ്ട്. ഏകദേശം അതാ ഞങ്ങൾ എയർപോർട്ട് എത്തി. ശരിക്കും ഒരു 15 ദിവസത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇതങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നതൊന്നുമല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോകേണ്ട ഒരു ആവശ്യം വന്നതിനെ പ്രതി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ജീവനാണ് കേട്ടോ എനിക്ക് എടുത്തു തരുന്നത്. അതിനുശേഷം ജീവൻ ബൈ പറഞ്ഞതും പോയതും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യേണ്ട സമയമാകുമ്പം ആകെ മൊത്തം ഒരു ടെൻഷൻ വരും. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ്. ഇനി വേറെ ഒന്നുമില്ല, കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മനുവും കൂടെ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. കുട്ടീസിനെ പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഇതേ ദിവസം മമ്മി മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ പരസ്പരം കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. വീട്ടിൽ സിസ്റ്റർ ബെൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും പിന്നെ എത്ര നാളുകൾക്ക് ശേഷമാണ് അവരെ കാണുന്നത്, അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് സത്യത്തിൽ നല്ലോണം ഉണ്ട് എനിക്ക് കേട്ടോ. പിന്നെ ജീവനെ ഒറ്റയ്ക്കിട്ടിട്ട് വന്നതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. അതുകൂടാതെ മമ്മി ഒറ്റയ്ക്കാണ് വരുന്നത്. പപ്പ മമ്മിയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നില്ല. പപ്പ ചിലപ്പോഴേ വെക്കേഷന് വരത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. പപ്പയെ കുറേ നാളായി കേട്ടോ കണ്ടിട്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഉടനെ കയ്യിലുണ്ടായിരുന്ന എന്തോ കുർക്കുരയൊക്കെ ആണെന്ന് തോന്നുന്നു, അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് ജോഷുവ. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ ഫ്ലൈറ്റിൽ ഞങ്ങളുടെ ആഹാരം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ ബർഗറും അതുകൂടാതെ ഇങ്ങനെ ഒരു മിനി ബർഗർ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം റൈസും ഡാലും വെജിറ്റബിൾ കുർമയൊക്കെ ആയിട്ട് നല്ല മീലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പുഡിങ്ങും തന്നു കേട്ടോ. കോഫിയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നല്ല റിഫ്രഷിങ് ആയിരുന്നു. അങ്ങനെ വയറൊക്കെ എൻ്റെ പൊട്ടാറായി കേട്ടോ. പിന്നെ ഉറങ്ങാനായിട്ട് ഞാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കുട്ടീസൊക്കെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കേട്ടോ. പിന്നെ ഇങ്ങനെ ലാൻഡ് ചെയ്യാറായി എന്ന് കാണിക്കുമ്പോൾ വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വെളിയിലേക്ക് ലഗേജ് കളക്ട് ചെയ്യാൻ പോവുകയാണ്. കുട്ടീസിനെ കൊണ്ടുള്ള യാത്ര വിചാരിച്ച് അത്ര പാടൊന്നും അല്ലായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് എല്ലാം മമ്മീനെ തപ്പുന്നുണ്ട് കേട്ടോ. മമ്മി എവിടെ വെയിറ്റ് ചെയ്യുന്നെന്ന് ഒരു ഐഡിയ ഞങ്ങൾക്കില്ല. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മമ്മി ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കേട്ടോ. പിള്ളേരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം അമ്മച്ചിയെ കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു അവർക്ക്. പിന്നെ
ഈ കാണുന്നത് ക്യാമറയ്ക്ക് വേണ്ടി ഞങ്ങൾ വെറുതെ അഭിനയിക്കുകയാണ്. ആദ്യം കണ്ടതും കെട്ടിപ്പിടിച്ചതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. മമ്മി നേരത്തെ വന്നതുകൊണ്ട് തന്നെ മമ്മിയുടെ ലഗേജൊക്കെ ഓൾറെഡി വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ലഗേജ് കളക്ട് ചെയ്യണം ഇവിടുന്ന്. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് എല്ലാം വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പം വീട്ടിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ വിദേശത്തൊക്കെ നിന്നിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് എനിക്ക് പറയാനറിയില്ല കേട്ടോ. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു 10 o'clock ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത്. ഒരു ദിവസം മുഴുവൻ യാത്രയായിരുന്നു. അതിൻ്റെ ക്ഷീണം നല്ലതായിട്ടുണ്ടെങ്കിലും വീട്ടിലെത്തിയതിൻ്റെ ഒരു വലിയ സന്തോഷവും കൂടെ ഉണ്ട് കേട്ടോ. അതിനുശേഷം എൻ്റെ സിസ്റ്ററും ഫാമിലിയും ഒക്കെ വന്നു കേട്ടോ. അവരെ കണ്ട സന്തോഷത്തിൽ വീഡിയോ കംപ്ലീറ്റ് എടുക്കാൻ ഞാൻ മറന്നുപോയേ. ഇപ്പോൾ ഇതാ ഇവർ വന്നു കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്തത്. അപ്പോൾ ഇതാ ഇവിടെ മിറിയാം, ബെൻസിയുടെ കുഞ്ഞാണ്. അവൾ ഈസി ആയിട്ട് പിള്ളേരായിട്ട് മിങ്കിൾ ചെയ്ത് കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നി. ഒരു വർഷത്തിന് ശേഷം കണ്ടിട്ട് അവൾക്ക് ഒരു പരിചയക്കുറവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ പറമ്പിലൂടെയും വീടിൻ്റെ മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് നടക്കുകയാണ്. പപ്പേനെ ശരിക്കും മിസ് ചെയ്യാണ് കേട്ടോ. കാരണം മമ്മിയുണ്ട്, ബെൻസിയുണ്ട്, പപ്പായും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുകയാണ്. രാവിലെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ പറമ്പിലൂടെ എല്ലാം നടന്നിട്ട് ഇതാ അത് കായ്ച്ചിട്ടുണ്ട്, ഇതുണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളോട് പറയുമായിരുന്നു കേട്ടോ. അതൊക്കെ പപ്പയ്ക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ കുട്ടീസൊക്കെ നല്ല ഉറക്കമാണ്. പിന്നെ രാവിലെ ഇദ്ദേഹത്തിൻ്റെ കുളിസീനാണ് കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയി കാണാം. ബൈ ബൈ.